നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. KSU നടത്തിയ പഠിപ്പുമുടക്ക് അക്രമത്തിൽ കലാശിച്ചു. അഖില തിരുവിതാംകൂർ മല അരയ മഹാസഭ സ്ഥാപക ആചാര്യൻ രാമൻ മേട്ടൂരിന്റെ ജന്മദിനാഘോഷം തൊടുപുഴയിൽ നടന്നു. ഘോഷയാത്രയിലും സാംസ്കാരിക സമ്മേളനത്തിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ അവികസിത മേഖലയിലൂടെ കടന്നുപോകുന്ന തേക്കിൻകൂട്ടം കമ്പിപ്പാലം ചിലവ് റോഡിന്റെയും തേക്കിൻകൂട്ടം ചേറാടി ചിലവ് റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം നടന്നു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച തൊടുപുഴ താലൂക്കിൽ സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി CHCയുടെ പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം റോഷി അഗസ്റ്റിൻ MLA നിർവഹിച്ചു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ കണ്ണൂരിലുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിനിടെ തൊടുപുഴയിലെ CPM ടൗൺ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ചില്ല് തകർന്നു. തൊടുപുഴ മേഖലയിൽ വിവിധ ഭാഗങ്ങളിൽ CPM DYFI പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചു. ഇത് ക്യാമറയിൽ പകർത്തിയ ദൃശ്യമാധ്യമ പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് പിടിച്ചു തള്ളിയത് ഉന്തിനും തള്ളിനും ഇടയാക്കി. ഞായറാഴ്ച രാത്രി 7:30 തൊടുപുഴ ടൗണിൽ പ്രവർത്തിക്കുന്ന CPM ടൗൺ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് കല്ലേറുണ്ടായത്. കല്ലേറിൽ ജനൽ ചില്ലുകൾ തകർന്നു. പ്രകടനത്തിന് നേതാക്കളായ CP മാത്യു, TJ ജോസഫ്, അഡ്വക്കേറ്റ് S അശോകൻ, KV സിദ്ധാർത്ഥൻ, ജിയോ മാത്യു, നിയാസ് കൂരാപ്പള്ളി, NI ബെന്നി, സാം ജേക്കബ്, ജാഫർ ഖാൻ മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൊടുപുഴയിൽ KSU പ്രവർത്തകർ നടത്തിയ പഠിപ്പുമുടക്ക് സമരം അക്രമത്തിൽ കലാശിച്ചു. കണ്ണൂരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് KSUവിന്റെ നേതൃത്വത്തിൽ പഠിപ്പുമുടക്കി പ്രതിഷേധിച്ചത്. ഇതിന്റെ ഭാഗമായി KSU പ്രവർത്തകർ പ്രകടനമായി തൊടുപുഴ കോഓപ്പറേറ്റീവ് കോളേജിലെത്തി ക്ലാസ് മുടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് വഴിയൊരുക്കിയത്. പ്രവർത്തകർ ക്ലാസ് മുറികളിൽ കയറി വിദ്യാർത്ഥികളെ വിരട്ടി ഓടിക്കുകയായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം കോളേജിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച KSU പ്രവർത്തകർ ക്ലാസുകളിലുണ്ടായിരുന്ന ബെഞ്ചും ഡെസ്കുകളും തല്ലി തകർത്തു. ക്ലാസ് മുറികളിൽ നിന്നും പുറത്തിറങ്ങാൻ കൂട്ടാക്കാതിരുന്ന മറ്റ് സംഘടനാ വിദ്യാർത്ഥികളുമായി KSU പ്രവർത്തകർ കയ്യാങ്കളിക്ക് മുതിർന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും കോളേജ് അധികൃതരുടെ അനുവാദമില്ലാത്തതിനാൽ പുറത്ത് കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ടി വന്നു. സംഘർഷത്തെ തുടർന്ന് അധികൃതർ കോളേജിന് അവധി പ്രഖ്യാപിച്ചു. തുടർന്ന് സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലും KSU പ്രവർത്തകർ എത്തി പഠിപ്പ് മുടക്കി. പിന്നീട് വിദ്യാർത്ഥികൾ ടൗണിൽ പ്രകടനം നടത്തി.
KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പള്ളി, TL അക്ബർ, മാത്യു K ജോൺ, സിബി, ആഷിഖ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെയും കേരള പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ നിന്നും ആരംഭിച്ച പ്രകടനം സിവിൽ സ്റ്റേഷൻ ചുറ്റി തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് റോയ് K പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ഉണ്ടായ സംഭവം CPM-ന്റെ കാടത്തമാണ് കാണിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കഴിഞ്ഞ 2-3 മാസക്കാലമായി മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരപരിപാടികള്, ആ സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അധിക്ഷേപങ്ങള്, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും ശ്രമങ്ങള്, അതെല്ലാം ഒന്നൊന്നായി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കണ്ണൂരിന്റെ മണ്ണിൽ CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ, ഒന്നും രണ്ടുമല്ല, കണ്ണൂരിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ജയരാജന്റെയും മറ്റു നേതാക്കന്മാരായ MV ജയരാജന്റെയും അതുപോലെയുള്ള മറ്റ് ശ്രീമതി ടീച്ചറിനെയും ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ പ്രബലരായിട്ടുള്ള മുഴുവൻ പിണറായി വിജയന്റെ പക്ഷത്തു നിൽക്കുന്ന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ അദ്ദേഹം സഞ്ചരിച്ച വാഹനം VM ഫിലിപ്പച്ചൻ, റോയ് T ജോസ് ആന്റണി, ഡൊമിനിക് തോമസ്, TU ഫ്രാൻസിസ്, PM നാസർ, ബ്രൂസിലി, കുരുവിള തോമസ്, KV സജി, PM ദേവസ്യാച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം തൊടുപുഴ ടൗൺ ചുറ്റി സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VE അബ്ബാസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. രാജേഷ് ബേബി, CS ഷമീർ, KE ഫ്രാൻസിസ്, വിൻസെന്റ് തോമസ്, UM ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയെ കൊലപ്പെടുത്തുന്നതിന് CPM ഫാഷിസ്റ്റ് ശക്തികൾ നടത്തിയ ശ്രമം, ഗൂഢശ്രമം, ഇതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ നെറ്റിമുറിയുകയും ചങ്കിൽ നെഞ്ചൽ ശക്തമായ പരിക്കേൽക്കുകയും ചെയ്ത അദ്ദേഹം, നിങ്ങൾക്കറിയണ്ടേ, ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം കേരളത്തിൽ ഹർത്താൽ ആചരിക്കണം, ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയെ ആക്രമിച്ച് ആളുകളെ ഒരു പാഠം പഠിപ്പിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ധീരനായ ഉമ്മൻചാണ്ടി പറഞ്ഞു, കേരളത്തിൽ എനിക്ക് വേണ്ടി ഒരു ഹർത്താൽ നിങ്ങൾ നടത്തരുത്, കേരളത്തിൻ്റെ ഭാവിയെ നിങ്ങൾ കാണണം, അതുകൊണ്ട് ഒരു ഹർത്താൽ നമ്മുടെ നയമല്ല
എന്ന് പറഞ്ഞ ധീരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തുടനീളം കേരള NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തപ്പെടുകയാണ്. ആ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായാണ് തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ നിന്നും അഖില മല അരയ മഹാസഭ സ്ഥാപക ആചാര്യൻ രാമൻ മേട്ടൂരിന്റെ ജന്മദിനാഘോഷം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴയിൽ നടന്ന പ്രകടനത്തിലും സാംസ്കാരിക സമ്മേളനത്തിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. പൂമാലയിലെ രാമൻ മേട്ടൂരിന്റെ സ്മൃതി മണ്ഡപത്തിൽ രാവിലെ പുഷ്പാർച്ചനയോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് തൊടുപുഴയിലെ സമ്മേളന വേദിയിലേക്ക് ദീപശിഖ പ്രയാണം ആരംഭിച്ചു. തൊടുപുഴ മൗര്യ ഗാർഡൻസിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിദ്യ കൊണ്ട് മാത്രമേ ഈ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയൂ എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്ന ഒരു അധ്യാപകൻ കൂടിയായിരുന്നു ശ്രീ രാമൻ മേട്ടൂർ. അദ്ദേഹം പൂമാല സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത് എന്ന് പറയുകയുണ്ടായി. എനിക്കൊരു സന്തോഷമുണ്ട്. ഈ പൂമാല സ്കൂൾ ഹൈസ്കൂളാക്കുന്നതിന് പിന്നീട് അവരെ ഹയർ സെക്കൻഡറി +2 നൽകുന്നതിനൊക്കെ കഴിഞ്ഞതൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഈ മേഖലയിൽ തൊടുപുഴയിലെ ആദിവാസി കേന്ദ്രങ്ങളുള്ള സ്കൂളുകളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ എൻ്റെ കഴിവുകൾ നിയോഗിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പൂമാല സ്കൂളിൽ ധാരാളം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അടുത്ത വർഷം ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മിക്കാൻ MLA-മാർക്ക് ഒരു അസറ്റ് ഫണ്ടുണ്ട്. 5 കോടി രൂപയാണ്. അതിൽ 1 കോടി രൂപ അടുത്ത വർഷം കൊടുക്കുന്നതാണ്. ഹയർ സെക്കൻഡറി ബ്ലോക്ക് നിർമ്മാണം നിങ്ങളുടെ ഉയർത്തിയ പ്രധാനപ്പെട്ട പ്രശ്നം ആദിവാസികൾക്ക് പട്ടയം നൽകുക എന്നുള്ളതാണ്. അവരുടെ കൈവശ ഭൂമിക്ക് കൈവശ രേഖ കൊടുത്താൽ, അവകാശ രേഖ കൊടുത്താൽ പോരാ, സ്ഥിരമായ പട്ടയം നൽകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് KI പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, M മോനിച്ചൻ, KK ഗംഗാധരൻ, CP സത്യൻ, CK ശശിധരൻ, സരസ്വതി അമ്മ മോഹൻദാസ്, KB സുബി, ജയരാജ് ശർമ്മ, TK മന്മഥൻ, KK രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സഹപാഠിയുടെ ദാരുണ മരണത്തിൽ മനംനൊന്ത് വിദ്യാർത്ഥിനി ജീവനൊടുക്കി. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അവസാന വർഷ ബോട്ടണി ബിരുദ വിദ്യാർത്ഥിനി കാഞ്ഞിരമറ്റം കാഞ്ഞിരക്കാട്ടിൽ റോസ്മോൾ ജോയിയാണ് തിങ്കളാഴ്ച പുലർച്ചെ വീടിനുള്ളിൽ ജീവനൊടുക്കിയത്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സിടിച്ച് സഹപാഠിയായ തെക്കുംഭാഗം സ്വദേശി ജ്യോതിഷ് രാജ് മരണമടഞ്ഞതിനെ തുടർന്ന് റോസ്മോൾ ദുഃഖിതയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. റോസ്മോളുടെ സംസ്കാരം കല്ലാനിക്കൽ സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടത്തി. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. KSU നടത്തിയ പഠിപ്പുമുടക്ക് അക്രമത്തിൽ കലാശിച്ചു. അഖില തിരുവിതാംകൂർ മല അരയ മഹാസഭ സ്ഥാപക ആചാര്യൻ രാമൻ മേട്ടൂരിന്റെ ജന്മദിനാഘോഷം തൊടുപുഴയിൽ നടന്നു. ഘോഷയാത്രയിലും സാംസ്കാരിക സമ്മേളനത്തിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ അവികസിത മേഖലയിലൂടെ കടന്നുപോകുന്ന തേക്കിൻകൂട്ടം കമ്പിപ്പാലം ചിലവ് റോഡിന്റെയും തേക്കിൻകൂട്ടം ചേറാടി ചിലവ് റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം നടന്നു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു.
കഴിഞ്ഞ ദിവസം തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച തൊടുപുഴ താലൂക്കിൽ സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി CHCയുടെ പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം റോഷി അഗസ്റ്റിൻ MLA നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.